ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മെറ്റാ ടാഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ മെറ്റാ ടാഗ്സ് SEOയിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മുടെ വെബ്സൈറ്റുകൾ സെർച്ച് എഞ്ചിനും മറ്റ് സോഷ്യൽ മീഡിയാസും റീഡ് ചെയ്യാനും നമ്മുടെ കണ്ടന്റ് അവർക്ക് മനസ്സിലാക്കാനും സഹായിക്കുന്ന ടാഗുകളാണ് ഈ മെറ്റാ ടാഗ്സ്. സോ നമുക്ക് ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റാ ടാഗ്സുകൾ നോക്കാം. സാധാരണ ടാഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസറിന്റെ പേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂസറിന് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ടാഗുകളാണ്. സോ ഇത് കൂടാതെ ഈ പേജിൻ്റെ കുറച്ച് മെറ്റാ ഇൻഫോർമേഷൻസുകൾ സ്റ്റോർ ചെയ്യുന്ന ടാഗുകളെയാണ് മെറ്റാ ടാഗുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മെറ്റാ ടാഗുകളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് മാതൃഭൂമി വെബ്സൈറ്റ് എടുക്കാം. സോ ഈ വെബ്സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഈ ടാബിൻ്റെ മുകളിൽ ഒരു ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഐക്കൺ നമുക്ക് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ നമ്മൾ ഈ ലിങ്ക് നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കാർഡ് കിട്ടും. സോ ഇതിനുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മുടെ പേജിൽ തന്നെ കൊടുക്കണം. സോ അങ്ങനത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാ ടാഗുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മെറ്റാ ടാഗുകൾ ഈ സോഷ്യൽ മീഡിയ ഷെയറിങ്ങിന് വേണ്ടി മാത്രമല്ല, നമ്മളുടെ സെർച്ച് എഞ്ചിനിൽ, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനിൽ ഇവിടെ നമുക്ക് ടൈറ്റിലുകളും ഇതേപോലെ തന്നെ ഈ ഡിസ്ക്രിപ്ഷനുകൾ തുടങ്ങിയവ കാണിക്കാനും നമുക്ക് ഈ മെറ്റാ ടാഗുകൾ ഉപകാരപ്പെടും. സോ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റ് ഈ സെർച്ച് എഞ്ചിനുകൾ റാങ്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റുകളിൽ എപ്പോഴും പോപ്പുലർ ആക്കി നിർത്താൻ സഹായിക്കുന്നതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി. സോ അതിലൊരു മെയിൻ ആയിട്ടൊരു കാര്യമാണ് ഈ മെറ്റാ ടാഗ്സ്. മെറ്റാ ടാഗ്സുകളെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുക, ഐക്കൺസും ഇമേജസും എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ മേജറായിട്ടുള്ള ഒരു പാർട്ടും കൂടിയാണ്. ഈ മെറ്റാ ടാഗുകളെല്ലാം നമ്മൾ ഈ HTMLന്റെ ഹെഡ് എന്ന് പറഞ്ഞ ടാഗിനകത്താണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മിക്കവാറും എല്ലാവരും കൊടുക്കുന്ന ഒരു മെറ്റാ ടാഗാണ് ടൈറ്റിൽ. ഈ ടൈറ്റിലാണ് ഒരു പേജിൻ്റെ ടൈറ്റിൽ തീരുമാനിക്കുന്നത്. ഈ ടൈറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ടാബൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈറ്റിൽ ഇവിടെ മാറും. ഓക്കെ, സോ അടുത്ത ഒരു മെറ്റാ ടാഗാണ് ഡിസ്ക്രിപ്ഷൻ. അതായത് ഈ പേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് കാണിക്കുന്നതാണ് ആ മെറ്റാ ടാഗ്. ഈ ഡിസ്ക്രിപ്ഷനും ബാക്കി വരുന്ന മെറ്റാ ടാഗുകളും എല്ലാം കൊടുക്കുന്നത് ഈ മെറ്റ എന്നുള്ള ടാഗ് വെച്ചിട്ടാണ്. ഈ മെറ്റ എന്നുള്ള ടാഗിന് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്, ഒന്ന് നെയിമും ഒന്ന് കണ്ടന്റും. ഓക്കെ, സോ നെയിമാണ് അത് ഏത് ടൈപ്പുള്ള മെറ്റാ ഡാറ്റയാണെന്ന് പറയുന്നത്, കണ്ടന്റ് ആണ് ആ മെറ്റാ ഡാറ്റ കൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത നമ്മൾ നോക്കുന്ന മെറ്റാ ടാഗാണ് ഡിസ്ക്രിപ്ഷൻ. സോ അത് ഏതെങ്കിൽ മെറ്റ എന്ന ടാഗ് കൊടുക്കുക, എന്നിട്ട് നെയിമിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്നിട്ട് കണ്ടന്റിനകത്ത് ഇത് എന്ത് ഡിസ്ക്രിപ്ഷൻ ആണോ അത് കൊടുക്കാം. ഓക്കെ, സോ ഇതൊരു മെറ്റാ ടാഗ് ആയി. ഓക്കെ, സോ അതാണ് ഡിസ്ക്രിപ്ഷൻ. പിന്നുള്ളൊരു മെറ്റാ ടാഗ് എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. അതിൽ നമുക്ക് ഈ പേജിനെ കുറിച്ചിട്ടുള്ള എന്ത് കീവേഡ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മൂവിനെ കുറിച്ചാണ് ആ പേജ് പറയുന്നുണ്ടെങ്കിൽ ആ മൂവിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലെ കോമ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇത് ബേസിക്കലി ഇത് സെർച്ച് എഞ്ചിൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കീവേഡ്സുകളൊക്കെ അവൻ എടുത്തു വയ്ക്കും. അപ്പോൾ ആരെങ്കിലും യൂസേഴ്സ് ഈ പറഞ്ഞ കീവേഡ്സ് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പേജ് എടുത്തു കൊടുക്കാൻ അവന് ഹെൽപ്ഫുൾ ആവും. സോ അതിനൊക്കെയാണ് ബേസിക്കലി കീവേഡ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെറ്റാഡാറ്റയാണ് ഫാവിക്കോൺ. ഫാവിക്കോൺ ആണ് ഫോർ എക്സാമ്പിൾ മാതൃഭൂമി എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഐക്കണില്ലേ, ഇതിനാണ് ഫാവിക്കോൺ എന്ന് പറയുന്നത്. ഇത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഹെഡിനകത്ത് നമുക്ക് ആ ഫാവിക്കോൺ ഇമേജ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ നമ്മൾ പുതിയ ടാബിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഐക്കൺ ഇവിടെ കാണാൻ പറ്റും. സോ ഇങ്ങനത്തെ ഐക്കൺ നമുക്ക് ഫാവിക്കോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഫാവിക്കോൺ കൊടുക്കണമെങ്കിൽ മെറ്റ എന്നുള്ള ആട്രിബ്യൂട്ട് അല്ല, ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടാണ്. ലിങ്ക് ഈ CSS ഒക്കെ ലിങ്ക് ചെയ്യുന്ന പോലത്തെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടാണ് കൊടുക്കേണ്ടത്. അതിൽ റിലേഷൻ പറഞ്ഞു കൊടുക്കണം. റിലേഷൻ ഐക്കൺ എന്ന് കൊടുക്കാം. ഈ CSSലെ പോലെ തന്നെ href നമുക്ക് ആ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വെബ്സൈറ്റിനകത്തും ആ ഒരു ഐക്കൺ വന്നു. ഓക്കെ, സോ ഈ ഐക്കൺ കൊടുക്കണമെന്നില്ല, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐക്കൺ നമ്മളിവിടെ സേവ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്താലും മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇമേജസിനകത്ത് കൂടു മലയാളത്തിൻ്റെ ലോഗോ ഇടാം, എന്നിട്ട് hrefൽ ആ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ലോഗോ കാണാൻ പറ്റും. സോ അതാണ് ഫാവിക്കോൺ. ഈ മെറ്റാ ടാഗിൽ നമുക്ക് എന്ത് ഇൻഫോർമേഷൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ വെബ് പേജിന് വല്ല ജാവാസ്ക്രിപ്റ്റ് വഴി ആക്സസ് ചെയ്യാൻ നമുക്ക് വല്ല ഡാറ്റ വേണമെങ്കിൽ, ഓക്കെ, ചില യൂസ് കേസുകൾ അങ്ങനെ വരാം. സോ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് വേണമെങ്കിൽ ഈ പേജിൻ്റെ മെറ്റ ഇൻഫോർമേഷനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെറ്റാ ടാഗ് കൊടുക്കാൻ പറ്റും. സോ മെറ്റ നെയിം ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള പേര് കസ്റ്റം ഫീൽഡ് എന്നൊക്കെ കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ആ മെറ്റാ ടാഗ് യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ ഇനി രണ്ട് മെയിൻ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ മെറ്റാ ടാഗ് സ്റ്റാൻഡേർഡുകളുണ്ട്. സോ അതായത് ഈ വെബ്സൈറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസ് അങ്ങനെയൊന്നും പോപ്പുലർ ആയിരുന്നില്ല. അതുകൊണ്ട് ലിങ്ക് ഷെയറിങ്, അതായത് ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ വഴികളിലൂടെയൊക്കെ നമുക്ക് ലിങ്കുകൾ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ പോപ്പുലർ ആയിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. പിന്നീടാണ് അതിൻ്റെ ആവശ്യകത വന്നത്. ഓക്കെ, സോ അത് വന്ന സമയത്ത് രണ്ട് മേജർ സോഷ്യൽ മീഡിയ ജയൻസ്, അതായത് ഫേസ്ബുക്കും ട്വിറ്ററും അവരുടേതായിട്ടുള്ള മെറ്റാ ടാഗ് സ്റ്റാൻഡേർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പേരാണ് ഓപ്പൺ ഗ്രാഫ്. ഇത് ഫേസ്ബുക്ക് മാത്രമല്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ, പിൻട്രസ്റ്റ്, റെഡിറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമ്പനികൾ ഈ ടാഗ് റീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് ട്വിറ്റർ ആണ്. ട്വിറ്ററിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ പേരാണ് ട്വിറ്റർ കാർഡ് മെറ്റാ ടാഗ്സ്. ഇത് മെയിനായിട്ട് ട്വിറ്റർ മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ. ആദ്യകാലങ്ങളിൽ ട്വിറ്ററിൻ്റെ ടാഗുകൾ മാത്രമേ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ട്വിറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ട്വിറ്റർ ടാഗുകൾ ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ അവൻ ഓപ്പൺ ഗ്രാഫ് ടാഗുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ഗ്രാഫിൻ്റെ മെറ്റാ ടാഗുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് OG: എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതുപോലെ തന്നെ ട്വിറ്റർ മെറ്റാ ടാഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്
ട്വിറ്റർ കോളൻ എന്ന് പറഞ്ഞിട്ടുമായിരിക്കും. സോ അത് നമ്മുടെ ഈ മാതൃഭൂമിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് OG കോളൻ എന്ന് പറഞ്ഞിട്ടും കാണാൻ പറ്റും, ട്വിറ്റർ കോളൻ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റാ ടാഗും കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ രണ്ടും നമ്മൾ കൊടുത്തു വരുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടാഗുകളെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ഗ്രാഫ് ടാഗ്സുകൾ നോക്കാം. സോ അതിൽ മെയിനായിട്ട് വരുന്നൊരു ടാഗാണ് ഫസ്റ്റ് വൺ, ടൈറ്റിൽ. അത് മിക്കവാറും എല്ലാവരും ഈ നമ്മുടെ പേജിൻ്റെ ടൈറ്റിൽ ടാഗ് തന്നെ ആയിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം. പിന്നെ അടുത്ത് വരുന്നത് ഈ ഡിസ്ക്രിപ്ഷനെ പോലെ തന്നെ ഓപ്പൺ ഗ്രാഫും ഡിസ്ക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്, ആണ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ അതും ബേസിക്കലി നമ്മൾ ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗ് തന്നെയായിരിക്കും ഇവിടെയും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ വരുന്നതാണ് ഇമേജ്. സോ ഈ ഇമേജ് ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ കാണുന്ന ഇമേജ്. സോ ബേസിക്കലി പറയുന്നത് ഇമേജ് ഹൈ ക്വാളിറ്റി ഇമേജ് ആയിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. സോ ഇമേജിന്റെ വിഡ്ത്ത് മിനിമം ഒരു 1200 പിക്സൽ ബൈ 620 പിക്സൽ, ഇത്രയെങ്കിലും മിനിമം വേണമെന്നാണ് ഇമേജിന്റെ ഒരു ക്വാളിറ്റിനെ കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ സൈസ് 5 MB താഴെ ആയിരിക്കണം. എങ്കിലാണ് ഒരുവിധം പ്ലാറ്റ്ഫോമുകളിൽ, അതായത് ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലോട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇമേജിന്റെ സൈസ് ഇതാണ്. സോ നമ്മുടെ അടുത്തൊരു sky.jpg എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ട്. സോ ആ ഇമേജ് കൊടുക്കാം. ഇത് 300 KB ഉള്ളൂ, 2048 ബൈ 2048 പിക്സൽ വിഡ്ത്തും ഹൈറ്റും ഉണ്ട്. സോ ഇമേജിന്റെ URL കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതുപോലത്തെ റിലേറ്റീവ് പാത്ത് കൊടുത്താൽ അവൻ എടുക്കത്തില്ല. കാരണം ഇത് നമ്മുടെ വെബ്സൈറ്റ് വാട്സാപ്പ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുമ്പോൾ അവൻ ഈ കണ്ടന്റ് നോക്കിയിട്ട് അതിനകത്തു നിന്നാണ് ഇമേജ് എടുക്കുന്നത്. സോ അവന് ഫുൾ ഇമേജ് URL ഉണ്ടെങ്കിലാണ് അവനത് എടുക്കാൻ സൗകര്യം. സോ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിലേറ്റീവ് പാത്ത് കൊടുക്കാൻ പറ്റില്ല, ഫുൾ പാത്തിന് കൊടുക്കണം. അതായത് നമ്മുടെ വെബ്സൈറ്റ് koodumalayalam.in ഹോസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ ഇമേജ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ ഫുൾ പാത്ത് നമ്മൾ ഇതേപോലെ OG ഇമേജ് വെച്ച് കൊടുക്കണം. ഓക്കെ, സോ അടുത്തതാണ് OG URL. സോ OG URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കനോണിക്കൽ URL കൊടുക്കാനുള്ളതാണ്. സോ കനോണിക്കൽ URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേജിന് തന്നെ പല URLകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മൂവി റിവ്യൂവിന് ചിലപ്പോൾ ഈ index.html ഈ ഒരു പേജിലോട്ട് വരും. ഈ index.html ഇല്ലെങ്കിലും അത് ഈ പേജിലോട്ട് തന്നെ വരും. അതായത് 2 URLും ബേസിക്കലി ഒരു പേജിലോട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് സെർച്ച് എഞ്ചിന് പറഞ്ഞു കൊടുക്കാം ഇത് ഏത് URLകൾ വന്നാലും ഇത് ഒരു URLലോട്ടാണ് പോകേണ്ടത്. ആ URL നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കനോണിക്കൽ URL നമുക്ക് index.html എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ആയിട്ട് ഇൻഡെക്സ് ചെയ്യത്തില്ല, അത് 2 URLയും ഒരു URLായിട്ട് കണക്കാക്കും. അപ്പോൾ നമ്മുടെ ട്രാഫിക് സ്പ്ലിറ്റ് ചെയ്ത് പോകത്തില്ല. കണ്ടന്റിനകത്ത് നമ്മുടെ പേജിൻ്റെ URL കൊടുക്കാം. ഈ ഒരു URL ഇവിടെ കൊടുത്തിരിക്കുന്ന ലോക്കൽ ഹോസ്റ്റിൻ്റെ URL ആണ്, അങ്ങനെ കൊടുക്കരുത്. നമ്മൾ ഇമേജിന് കൊടുത്ത പോലെ തന്നെ നമ്മുടെ ഫുൾ ഡൊമൈൻ URL വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, സോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പൺ ഗ്രാഫ് ടാഗാണ് ടൈപ്പ്. ഓക്കെ, സോ ടൈപ്പിനകത്ത് നമുക്ക് ഇത് ആർട്ടിക്കിൾ ആണോ, ഇമേജ് ആണോ, വീഡിയോ ആണോ, ഒരു വെബ് പേജ് ആണോ, അങ്ങനത്തെ ഇൻഫർമേഷൻസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. സോ ഇതാണ് മേജറായിട്ടുള്ള ഓപ്പൺ ഗ്രാഫ് ടാഗ്. ഇതുകൂടാതെ തന്നെ സൈറ്റ് നെയിം, സൈറ്റിന് വല്ല പേരും കൊടുക്കണമെങ്കിൽ സൈറ്റ് നെയിം ഉണ്ട്. പിന്നെ ലൊക്കേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പേജിൻ്റെ ഭാഷയും റീജിയനും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ഒരുപാട് ഓപ്പൺ ഗ്രാഫ് ടാഗുകൾ വേറെയുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടാഗുകളും കിട്ടും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്, പേഴ്സണൽ ഉപയോഗങ്ങൾക്ക് മാത്രമല്ല എങ്കിൽ ഇത്രയും ഇൻഫോർമേഷൻസ് ഓപ്പൺ ഗ്രാഫിന് മിനിമം നമ്മൾ കൊടുത്തിരിക്കണം. അടുത്ത ഇതേപോലെ തന്നെ ട്വിറ്ററിൻ്റെ മെറ്റാ ടാഗുകളുണ്ട്. ട്വിറ്ററിൻ്റെ മെറ്റാ ടാഗുകൾക്ക് പറയുന്ന പേര് ട്വിറ്റർ കാർഡ് ടാഗ്സ് എന്നാണ്. അത് ഓപ്പൺ ഗ്രാഫ് മെറ്റാ ടാഗിനെ പോലെ തന്നെ ഒരുവിധമൊക്കെ സിമിലർ ആണ്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്. സോ അത് ഇതേപോലെ തന്നെ മെറ്റ എന്ന് പറഞ്ഞ ടാഗിനകത്ത് നെയിം ഈക്വൽ ടു ട്വിറ്റർ കോളൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, ട്വിറ്റർ കോളൻ. സോ അതിനകത്ത് ഫസ്റ്റ് എന്തായാലും വേണ്ട ഒരു ടാഗ് എന്ന് പറയുന്നത് കാർഡ് എന്ന് പറഞ്ഞ ടാഗാണ്. ഓക്കെ, സോ ഏത് ടൈപ്പ് ഓഫ് കാർഡാണ് നമ്മൾ ട്വിറ്ററിൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറച്ച് ടൈപ്സ് ഓഫ് കാർഡ് ഉണ്ട്. ഒന്ന് സമറി ലാർജ് ഇമേജ്, പ്ലെയർ, അത് വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ മറ്റേ ആപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ജനറലി നമ്മൾ സാധാരണ സമറിയാണ് കൊടുക്കാറ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇമേജ്, URL ഇത് തന്നെയാണ് ബേസിക്കലി ട്വിറ്റർ കാർഡിൽ നമ്മൾ ഉപയോഗിക്കാറ്. സോ ഈ OGക്ക് പകരം നമ്മൾ ട്വിറ്റർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ഇതുകൂടാതെ തന്നെ ട്വിറ്ററിനകത്ത് സൈറ്റ്, ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെയും കുറേ ട്വിറ്റർ കാർഡ് മെറ്റാ ടാഗുകളുണ്ട്. ട്വിറ്റർ കാർഡ് മെറ്റാ ടാഗുകൾ ഇല്ലെങ്കിൽ തന്നെ അവൻ ഓപ്പൺ ഗ്രാഫിലോട്ട് ഡീഫോൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഓപ്പൺ ഗ്രാഫിൻ്റെ ടാഗുകൾ കൊടുത്താൽ തന്നെ മതിയാവും ഒരു വെബ് പേജിന്. സോ എന്നിരുന്നാലും ഇപ്പോഴത്തെ വെബ്സൈറ്റുകൾ മിക്കവാറും ഇത് രണ്ടും കൊടുത്ത് കാണാറുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പേജിനകത്ത് ഈ പറയുന്ന ഓപ്പൺ ഗ്രാഫ് ടാഗുകളൊക്കെ ഉണ്ടോ എന്ന് വാലിഡേറ്റ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ അതിന് വാലിഡേറ്റർ ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഫേസ്ബുക്ക് ഷെയറിംഗ് ഡീബഗർ എന്ന് പറഞ്ഞൊരു ടൂള് ഫേസ്ബുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ അതിനകത്ത് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അതിനകത്ത് ആവശ്യമുള്ള മെറ്റാ ടാഗുകൾ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ koodumalayalam.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ വലിയ കാര്യമായിട്ട് മെറ്റാ ടാഗുകളൊന്നും കൊടുത്തിട്ടില്ല, കാരണം അത് സൈറ്റ് ആയി വരുന്നേ ഉള്ളൂ. സോ അതിനകത്ത് ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഓപ്പൺ ഗ്രാഫുകളോ ട്വിറ്റർ കാർഡുകളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഫേസ്ബുക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അതിനകത്ത് നമുക്ക് കുറേ കണ്ടന്റ് അസ്യൂം ചെയ്യാൻ ശ്രമിക്കാം, അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇമേജസൊക്കെ ചിലപ്പോൾ അവിടെ വരാം.
അതായത് ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് കോഡ് മലയാളത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇമേജസ് ഒക്കെയാണ് വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ അതിനനുസരിച്ചുള്ള ഓപ്പൺ ഗ്രാഫ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പേജിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തിട്ട് വെബ്സൈറ്റിൻ്റെ ഇമേജ് ആയിട്ട് സെറ്റൊക്കെ ചെയ്യും. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ അവൻ എടുത്തിട്ട് സ്വന്തം ഡിസ്ക്രിപ്ഷൻ ആക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ലെങ്ത്ത് കുറവാണെങ്കിൽ ബാക്കിയുള്ള പേജിൽ നിന്ന് കണ്ടന്റ് എടുത്തിട്ട് അവൻ ഡിസ്ക്രിപ്ഷൻ്റെ ലെങ്ത്ത് പൂരിപ്പിക്കാൻ നോക്കും. സോ അങ്ങനെ പലതും നടക്കും. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് നമുക്ക് ഈ ഡീബഗറിനകത്ത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ OG ഇമേജ് ഇല്ല, ഇവിടെ ഇമേജ് ഇല്ല എന്ന് വൃത്തിക്ക് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് കണ്ട ഇവൻ റിയാക്റ്റിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഇമേജാണ്, ഈ ഫസ്റ്റ് കണ്ട ഇമേജാണ് അവൻ OG ഇമേജ് ആയിട്ട് അവൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, വന്നിട്ട് അവൻ പറയുന്നുണ്ട് OG URL എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL കൊടുത്തിട്ടുണ്ട്. OG ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് കോഡ് മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈറ്റിൽ നിന്നാണ് അവൻ എടുത്തത് കോഡ് മലയാളം. ഓക്കെ, OG ഡിസ്ക്രിപ്ഷൻ ബെസ്റ്റ് വേ ടു ലേൺ കോഡ് മലയാളം. സോ അതാണ് നമ്മൾ സാധാരണ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. OG ഇമേജ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ പറയുന്നത് ഈ ട്വിറ്ററിൻ്റെ ഈ പറയുന്ന ഇമേജാണ്. ഇങ്ങനത്തെ ഒരു വാലിഡേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ട്വിറ്ററിൻ്റെ വാലിഡേറ്റർ ഉണ്ട്. സോ card-dev.x.com എന്നാണ് ഇതിന് പറയുന്നത്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇത് വെച്ചിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ കാർഡ് ഫൗണ്ട് എന്നാണ്. നമ്മൾ ട്വിറ്ററിൻ്റെ ഒരു ഇൻഫോർമേഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും നോ കാർഡ് ഫൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് കാർഡ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ബേസിക്കലി മെറ്റാ ടാഗ് എന്താണ്, ഇമ്പോർട്ടൻറ്റ് മെറ്റാ ടാഗുകൾ എന്താണെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് ഉള്ള എല്ലാ മെറ്റാ ടാഗുകളും അറിയണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കണം. SEO പഠിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരുവിധം എല്ലാ മെറ്റാ ടാഗുകളും വൃത്തിക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക. ഇത് ആവശ്യമെന്ന് തോന്നുന്ന എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.